ഞാനിങ്ങനെ നെടുങ്കോട്ടെ കഴിഞ്ഞായിരുന്നു. പരദേട്ടനായിരുന്നു എന്നെ ഇറക്കുന്നത്. അത് കഴിഞ്ഞുള്ള സിനിമയാണിത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല സിനിമകൾ ചെയ്യാൻ പരദേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്നും പരദേട്ടൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എന്നും അവരെ എന്നും ജീവിച്ചിരിക്കും കേട്ടോ. ഇല്ലേ? ഞാൻ കണ്ടെത്തി വന്നു. അന്ന് ജനിച്ചിട്ടുണ്ടോ? 100 വർഷം കഴിഞ്ഞാലും അവരും 90% ആൾക്കാരില്ല. 10% ആൾക്കാരെ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ലക്കി ജീവിച്ചിട്ടുണ്ട്. മെമ്മറി കൂടിയാണ്. തീർച്ചയായിട്ടും ഭയങ്കര മെമ്മറിയാണ്. ഭരതേട്ടനൊക്കെ ഇങ്ങനെ മനസ്സിൽ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഇപ്പോൾ സങ്കടമായിരുന്നു. ഒന്നും ഭയങ്കര ടച്ചിങ് ഉണ്ട്. വലിയൊരു ക്യാൻവാസിനുള്ള സിനിമയായിരുന്നല്ലോ അത്. അതെ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പങ്കുവെച്ചതല്ലായിരുന്നു. ഓർമ്മ അന്ന് മധുവേട്ടനൊക്കെ വളരെ കഷ്ടപ്പെട്ട എല്ലാവരും ടെൻഷനായിരുന്നില്ലേ. കാരണം കടലിൻ്റെ തിരകളടിക്കും, ഷൂട്ടിങ് പോകും. നമ്മൾ 1.5 ലക്ഷം അടി ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. 10,000 അടി മതി സിനിമയ്ക്ക്. അത്രയും ഞങ്ങൾ എക്സ്പോസ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ. എനിക്ക് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ 8 കിലോ കുറഞ്ഞു. ഇത്ര വെയിലും ഈ മഴയും എല്ലാം അനുഭവിച്ചാണ്. ഞാൻ 10-12 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയൊന്നും ഏറ്റവും ഭയങ്കര നമ്മൾ ഫീൽ ചെയ്ത സിനിമയാണ്. ഇപ്പം സിനിമ കണ്ടപ്പോൾ ആ ഓർമ്മകളിലേക്കെല്ലാം പോയി. തീർച്ചയായിട്ടും കുറച്ചേറെ ഇങ്ങനെ ഓർക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഓക്കെ, സന്തോഷം.